ആഴിയും ജലം ആറും ജലം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാലോ? ഹായ് ഹലോ, ദിസ് ഈസ് അമ്മാളു. വെൽക്കം ടു ലൈഫ് ഓഫ് എൽ. നാട്ടുവർത്താനം സീരീസിലെ ഡേ 1 ആണിന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രിപ്പ് പോയിട്ടുള്ള ആഴിയാർ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടാണ്. സോ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിക്കടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആഴിയാർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ ആളിയാർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ALIYAR എന്നുള്ള രീതിയിലാണ് വരിക. സോ ആളിയാർ പ്രശസ്തമായിട്ടുള്ളത് ഡാം കൊണ്ടാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ട് പോകുന്നത്. ആളിയാർ ഡാം കാണാനാണ് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പേരിൻ്റെ പിന്നിലെ അർത്ഥം എന്താണെന്ന് നോക്കാം. ആഴി എന്ന് പറയുന്നതും കടലാണ്, ആറെന്ന് പറയുന്നതും വെള്ളമാണ്, പുഴയാണ്. സോ കടലും പുഴയും കൂടെ, അതായത് വലിയൊരു ജലാശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡാം അല്ലെങ്കിൽ റിസർവോയർ സ്ഥിതി ചെയ്യുന്ന ഒരു പുഴയുടെ ഒഴുകുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ആഴിയാർ എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളതെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റീസൺ. വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയായ കണ്ണാടിപ്പുഴയുടെ ഒരു കൈവഴിയാണ് ആഴിയാർ പുഴ. സോ ഈ പുഴയുടെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ആഴിയാർ എന്ന പേര് ലഭിച്ചതെന്നും പറയുന്നു. സോ നമുക്ക് ആളിയാറിൽ നിന്ന് വാൾപ്പാറ വഴി നമുക്ക് അതിരപ്പള്ളിക്കൊക്കെ പോകാനായിട്ട് പറ്റുന്ന ഒരു റൂട്ടും ഉണ്ട്. സോ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ആഴിയാർ ഡാമാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഡാമിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാൾപ്പാറ കാണാനായിട്ട് പറ്റും. ഇതാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആഴിയാർ ഡാമിൻ്റെ പ്രാധാന്യം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. നാളെ നമുക്ക് ഞാൻ പോയിട്ടുള്ള വേറൊരു സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥവുമായിട്ട് വരാം.